പെരുന്നാളിൻ്റെ തലേന്ന് ഇടാൻ വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. അതാ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇതാ തലേന്നത്തെ പരിപാടികളാണ്. മട്ടൻ കറിക്കുള്ള മസാലയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. മട്ടൻ കഴുകിയത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉമ്മ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് 2-3 തരം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബീഫ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒറോട്ടി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ മാവൊക്കെ കിണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് കുറച്ച് ആളുകൾക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നേ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ എല്ലാം കൂടെ ഒരു ബഹളമായിരിക്കും. ഇത്രയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പെരുന്നാളിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് 2-3 ഫോണും വിളിച്ച് വർത്താനം പറഞ്ഞ് വരുമ്പോഴത്തേക്കിനും സമയമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. പിന്നെ ഒറോട്ടി എല്ലാം ഒന്ന് പരത്തി വെക്കുകയാണ്. ഞാനിതുപോലെ 2 എണ്ണമൊക്കെ ഒന്നിച്ചിട്ടിട്ടാണ് പരത്തി എടുക്കാറ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ കഴിയും. ഇന്ന് പിന്നെ കുറച്ച് മാത്രമേ ഞാൻ പരത്തേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം ഉമ്മിയും അതും കൂടെ പരത്ത് ഞെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആപ്പും മോനും കൂടെ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു പുളിയിഞ്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുളിയിഞ്ചി റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ലോങ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. പെരുന്നാളിന് എപ്പോഴും ബിരിയാണി ചിക്കൻ ഫ്രൈ ആയിരിക്കും അധികം ഉണ്ടാക്കൽ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒറോട്ടി ഇറച്ചി മസ്റ്റ് വിത്ത് തേങ്ങാപ്പാൽ. പിന്നെ ഇത്തവണ എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കാൻ ചേട്ടനും അവർ ഫാമിലി വരില്ല കേട്ടോ. വൈകുന്നേരം അവരെത്തുള്ളൂ. പിന്നെ എല്ലാവരുടെയും പെരുന്നാളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിട്ട് അടിച്ചു പൊളിച്ചില്ലേ? പിന്നെ ഇത്തവണ എന്തായാലും ഭാഗ്യത്തിന് പെരുന്നാൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച അവധി ദിവസമാണല്ലോ. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സവാള ഉരിച്ച് വെള്ളപ്പത്തിനുള്ള അരച്ചും വെച്ച് എല്ലാം റെഡിയാക്കി തുടച്ച് പറിച്ച് കിടന്നപ്പോഴത്തേക്കിനും 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ഈദ് മുബാറക്.